ദേവികയെ കാണുമ്പോ അവന് ചൊറിച്ചിൽ തുടങ്ങിയിട്ട് കുറച്ച് ആളായി. ഇനി അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. ഞങ്ങൾ തമ്മിലുണ്ടായ വഴക്കിന് ഞാൻ തന്നെ അവന് വേണ്ടതും കൊടുത്തിട്ടുണ്ട്. ആ കൃഷ്ണൻകുട്ടിനെ അതിലിടപെടണ്ട. എന്നാലും അങ്ങനല്ല സാറേ, എന്റെ മോക്ക് കൈ നിറയെ സമ്മാനം കൊടുത്ത സാറിനെ തല്ലിയെന്ന് അറിഞ്ഞിട്ട് മിണ്ടായിരുന്ന കൃഷ്ണൻകുട്ടിക്ക് എന്റെ കുറച്ചില്. ഞാനിപ്പോ വരാം. കൃഷ്ണൻകുട്ടി ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. കൃഷ്ണൻകുട്ടി ഉപദേശിക്കാണെന്ന് കരുതരുത്. ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെ കണ്ട ഷോപ്പുകളിലെല്ലാം കയറി ഇറങ്ങി കണ്ടിടത്തുറങ്ങി ഒരു ഒറ്റയാനെ പോലെ ജീവിച്ചു പോകുന്ന പഴയ കൃഷ്ണൻകുട്ടിയല്ല നിങ്ങളിന്ന്. നിങ്ങൾക്കൊരു ഭാര്യയും കുഞ്ഞുണ്ട്, അവരെ മറക്കരുത്. അതുകൊണ്ടാ സാറേ കൃഷ്ണൻകുട്ടി പലപ്പോഴും അടങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി കുടിക്കരുത്. കൃഷ്ണൻകുട്ടി കുടിച്ചിട്ട് ആർക്കും ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല. എന്നോട് ഉടക്കാൻ വന്ന ഞാൻ ഒട്ട് വിടത്തുമില്ല. തല്ലാൻ കൃഷ്ണൻകുട്ടിക്ക് കല്ലും ചാരൊന്നും കുടിക്കണ്ട സാറേ, അതിനുള്ള ചങ്കുറപ്പ് എനിക്കുണ്ട്. പിന്നെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് പുകയുമ്പോ കുടിക്കാതിരിക്കുന്നത് എങ്ങനെയാ സാറേ? എന്താ കൃഷ്ണൻകുട്ടിക്ക് മനസ്സിനത്ര വിഷമം? അത് ഒന്നുമില്ല. വേണ്ട സാറേ, കൃഷ്ണൻകുട്ടിക്ക് ഒന്നുമില്ല. ഉപദേശിക്കാനും പറഞ്ഞു തരാനും കൃഷ്ണൻകുട്ടിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അറിവിനും വിവരത്തിനും പള്ളിക്കൂടത്തിലോട്ട് പോയിട്ടുമില്ല. പിന്നെ എങ്ങനെയാ സാറേ? ഇനിയും കൃഷ്ണൻകുട്ടി കുടിക്കത്തില്ല. എന്റെ മോക്ക് കൈ നിറയെ സമ്മാനം കൊടുത്ത് ഈ കൈ പിടിച്ചാ പറയുന്നത് ഞാൻ കുടിക്കത്തില്ലെന്ന്. കുടിക്കത്തില്ല, കുടിക്കത്തില്ല. സാർ അറിഞ്ഞോ, നമ്മുടെ ദേവകി തൂങ്ങി മരിച്ചു. ഇതെന്ത് കുടിയാ എന്റെ കൃഷ്ണൻകുട്ടി? ഇനി ഞാൻ കുടിക്കും. കുടിക്കാതിരിക്കാൻ പറ്റില്ല മീനാക്ഷി. എന്റെ അമ്മ പെറ്റല്ലെങ്കിലും ദേവിക്ക് എന്റെ പെങ്ങളാ. അവൾക്ക് വയറ്റിലുണ്ടായിട്ട് കെട്ടിത്തൂങ്ങി ചത്തെന്നാ നാട്ടുകാർ പറയുന്നത്. ആ പുതിയതായി വന്ന എഞ്ചിനീയർ സാറും അവളും തമ്മിൽ ഏതാണ്ട് ഇടപാടൊക്കെ ഉണ്ടായിരുന്നെന്ന് കേൾക്കുന്നുണ്ടല്ലോടാ. എട്ടും പൊട്ടും തിരിയാത്ത പെണ്ണ. അങ്ങേരുടെ ആ ജീപ്പും കണ്ണടയും ഒക്കെ കണ്ടപ്പോ പെണ്ണെല്ലാം എടുത്ത് കൊടുത്തു. ആ സാറിനെ കുറിച്ച് അങ്ങനെ പറയരുത്. ആ സാറ് നല്ലവനാ. നീ പോടാ. കാണുമ്പോ നല്ലവരാന്ന് തോന്നുന്നവരെല്ലാം കള്ളന്മാരാ. നമ്മുടെ ദേവിയെ ശ്വാസം മുട്ടിച്ചു വന്ന് കെട്ടിത്തൂക്കിയെന്ന ആശുപത്രിക്കാർ പറയണത്. രാജമ്മയ്ക്ക് എന്നോട് പിണക്കമാണെന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് പറയാനുള്ളത് കൂടി രാജമ്മ കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം, എല്ലാം കേൾക്കണം. രാജമ്മ ഒന്ന് വിശ്വസിക്കൂ, ദേവികയെ ഒരു കാമുകി എന്ന നിലയിൽ ഞാൻ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. രാജമ്മയ്ക്ക് അറിയാമോ, അന്ന് നാട്ടിൽ ചെന്നപ്പോഴാണ് വിദേശത്തുള്ള എന്റെ അമ്മാവൻ കാർ ആക്സിഡന്റിൽ മരിച്ച പേര് അറിയുന്നത്. ആക്സിഡന്റിൽ അമ്മായും കുട്ടികളും ആശുപത്രി. ഉടനെ തിരിച്ചു വരാമെന്ന വിശ്വാസത്തിലാണ് ഞാൻ പോയത്.
പക്ഷേ ഗുരുതരമായ നിലയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്ന അവരെ നോക്കാൻ എനിക്കവിടെ നിൽക്കേണ്ടി വന്നു. അങ്ങനെ 6 മാസം ഞാനിവിടെ കഴിഞ്ഞിരുന്ന ഓരോ നിമിഷവും രാജമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു മനസ്സ് നിറയെ. പല കത്തുകളും ഞാൻ അയച്ചിരുന്നു. ഒന്നിനും മറുപടി വന്നില്ല. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായ അമ്മായിയും കുട്ടികളെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് മടങ്ങി. രാജമ്മയുടെ നാട്ടിൽ വന്നു. അപ്പോഴാണ് അറിയുന്നത് രാജമ്മയുടെ വിവാഹം കഴിഞ്ഞുവെന്ന്. രാജമ്മയ്ക്കിന്ന് സ്നേഹമുള്ളൊരു ഭർത്താവും മിടുക്കിയായ ഒരു കൊച്ചുമോളും ഉണ്ട്. ഞാൻ രാജമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളുമായി മരണം വരെ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. രാജമ്മ സുഖമായി ജീവിക്കുന്ന കണ്ടാ മതി. സുഖം സ്നേഹിച്ച പുരുഷന്റെ കുഞ്ഞിനെയും വയറ്റിൽ ചുമന്നുകൊണ്ട് മറ്റൊരുത്തന്റെ ഭാര്യയാകേണ്ടി വന്ന ഒരു സ്ത്രീക്ക് കിട്ടുന്ന സുഖം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. നല്ലി മോൾ നമ്മുടെ മോളാണോ? ദേവകി എങ്ങനെയാ ചത്ത്? അവള് കണ്ട വരുത്തന്മാരെ പിടിച്ച് പള്ളയിലുണ്ടാക്കിയിട്ട് കെട്ടിത്തൂങ്ങി ചത്തേനെ നീ എന്നോടാ ചോദിക്കുന്നു? അവള് നിന്റെ ആരാ? ഒന്ന് കെട്ടിത്തൂക്കിയല്ലടാ, പറയടാ. പറയാം. അന്ന് കാലത്ത് എനിക്കറിയാം അച്ഛൻ എന്തെങ്കിലും മറന്നു വെച്ചിട്ടേ പോകുകയുള്ളൂ എന്ന്. വാതിൽ അടച്ചിട്ടില്ല അച്ഛാ. നിങ്ങൾ എന്തിനിവിടെ വന്നു? കടന്നു പോകൂ. വർഷങ്ങളായി എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. അത് ബഹളമുണ്ടാക്കാതെ സാധിച്ചു തരുന്നതാണ് നിനക്ക് നല്ലത്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അച്ഛാ! അച്ഛൻ അവിടെ രാവിലെ വരുന്ന വള്ളക്കാർക്ക് ചായ ഇട്ട് കൊടുക്കുന്നുണ്ടാവും. മര്യാദയ്ക്ക് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല അല്ലേ? നിന്നെ ഉണ്ടാക്കരുത്. നിന്നെ
ദേവകി 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 അവൾ എവിടെ പോയി കിടക്കുക? വീട്ടിൽ പോയി പിള്ളേരെ ആരെങ്കിലും പറഞ്ഞയക്കാം. രാജമേ, എന്താ? നീ വേഗം ഒരുങ്ങ. മോളെ ഒരുക്കിക്കോ. എവിടെ പോവാനാ? അതൊക്കെ പിന്നെ പറയാം. വേഗം ഒരുങ്ങ. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അതെന്താ? ഒന്നുമില്ല. നീ വരണം. എങ്ങോട്ടോ പോകാനുള്ള ഒരുക്കാണെന്ന് തോന്നുന്നു. അതെ, ഞാനിവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി പോവുകയാണ്. ഇരിക്കൂ. വേണ്ട, എല്ലാരും കൂടി വഴിതെറ്റി വന്നതൊന്നുമല്ല. എന്റെയും നിങ്ങളുടെയും രാജമ്മയുടെയും ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ദിവസമാണിന്ന്. ഇനിയുള്ള കാലം രാജമ്മ നിങ്ങളോടാ ജീവിക്കണ്ട. കൃഷ്ണൻകുട്ടി, ഒന്നും പറയണ്ട. രാജമ്മയെ നിങ്ങൾ അറിയുന്നത് ഞാൻ പരിചയപ്പെടുത്തിയപ്പോഴെന്നാണ് കരുതിയത്. പക്ഷേ ഞാൻ കാണുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിൽ അടുപ്പമായിരുന്നെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. എന്റെ വീട്ടിൽ വെച്ച് നിങ്ങൾ ഹൃദയം തുറന്ന് സംസാരിച്ചപ്പോ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. രാജമ്മ നിങ്ങളോടൊപ്പമാണ് ജീവിക്കേണ്ടത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം സത്യമാണ്. ഇവളെ അന്ന് നിങ്ങൾ എങ്ങനെ വിട്ടിട്ട് പോയോ അത്രയും പരിശുദ്ധയാണ് ഇവളിന്നും. ഞാൻ ഇവളുടെ ശരീരത്തിൽ തൊടുക പോലും ചെയ്തിട്ടില്ല. സത്യത്തിൽ നളിനി മോളെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. പക്ഷെ ആ അവകാശവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ എനിക്ക് അർഹതയില്ല. കാരണം ഇവൾ നിങ്ങളുടെ മകളാണ്. പോലീസ് എന്നെ കൊണ്ടുപോകാൻ വന്നായിരിക്കും. മാത്തച്ഛനെ ഞാൻ കൊന്നു. ദേവികയെ കൊന്നത് മാത്തച്ഛനാണ്. എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല. ജീവിതത്തിൽ അന്നും ഇന്നും ഞാൻ ഒറ്റയാനാണ്. തൂക്കിലേറ്റുന്നതിന് മുമ്പ്
ഒരുപക്ഷെ നളിനി മോളെ ഒരിക്കൽ കൂടി കാണണമെന്ന് ഞാൻ പറഞ്ഞേക്കാം. അതൊരിക്കലും രാജമ്മയുമായിട്ടുള്ള എന്റെ ബന്ധം പുതുക്കാനായിരിക്കില്ല. എന്റെ നളിനി മോളെ അവസാനമായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമായിരിക്കും. ഇല്ല മോളെ, അച്ഛന് പോയേ പറ്റൂ. നല്ല മോളല്ലേ, അച്ഛൻ പോട്ടെ. അച്ഛൻ പിന്നെ ഒരിക്കൽ വരാം. ചെറുപ്പത്തിൽ എനിക്കൊരു തെറ്റുപറ്റി. പക്ഷേ എനിക്ക് ജീവിതം തന്ന ചേട്ടനാണ്. ചേട്ടൻ എന്ത് സംഭവിച്ചാലും എന്നും ഞാൻ ചേട്ടനോടൊപ്പം ഉണ്ടാവും.